കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും വിദേശയാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ വിജിലൻസ് നിർദ്ദേശം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്തു നൽകി. ബാബുവിന്റെ സ്വത്ത് വിവരം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ആദായനികുതി വകുപ്പിനും രജിസ്ട്രേഷൻ ഐജിക്കും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിരുന്നു. മന്ത്രിയായിരിക്കെ കെ ബാബു നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബാബുവിന്റെ പാസ്പോർട്ട് വിജിലൻസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ബാബുവിന്റെ ബന്ധുക്കളുടെയും ബിനാമികളുടെയും പാസ്പോർട്ട് വിജിലൻസിന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകിയിരിക്കുന്നത്. ബാബുവിന്റെയും ബന്ധുക്കളുടെയും ബിനാമികളുടെയും യാത്രാവിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ ഐജിക്ക് വിജിലൻസ് കത്ത് നൽകിയിരുന്നു. ബാബുവിന്റെയും ബിനാമികളുടെയും സ്വത്തുക്കൾ കണ്ടെത്താനാണ് വിജിലൻസിന്റെ ഈ നടപടി. ആദായനികുതി വകുപ്പിനും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിട്ടുണ്ട്. ആദായനികുതി റിട്ടേൺ സമർപ്പിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനാണ് ആദായനികുതി വകുപ്പിന് കത്ത് നൽകിയിട്ടുള്ളത്. വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ശക്തമായ അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. കേസിൽ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടരുകയാണ്. ഒരാഴ്ചയ്ക്കകം പരിശോധനകൾ പൂർത്തിയാക്കി വിജിലൻസ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കെ ബാബുവിനെതിരായ നിലപാടിൽ ഉറച്ച് വി എം സുധീരൻ. തന്റെ നിലപാട് ഉന്നതാധികാര സമിതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സുധീരൻ പറഞ്ഞു. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഈ കാര്യത്തിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ UDFൻ്റെ നിലപാട് പറഞ്ഞത് അവിടെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ്. ആ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രാഥമികമായ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്. APCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ UDFൽ ചർച്ച വന്ന സന്ദർഭത്തിൽ അവിടെ പ്രാഥമികമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് സമഗ്രമായ ഒരു അഭിപ്രായം പറയുന്നത് 24-ന് ശേഷം 24-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതേക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം, സമഗ്രമായ ഒരു അഭിപ്രായം പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും. രാജ്യം ഉറ്റുനോക്കുന്ന JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ഐസ സഖ്യം വൻ വിജയത്തിലേക്ക്. കൗൺസിലർ സീറ്റുകളിൽ 15-ൽ 14-ലും സഖ്യത്തിന് വൻ ലീഡ്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണിപ്പോഴും. നാളെയാണ് അന്തിമ ഫലം വരിക. അതേസമയം ദില്ലി സർവകലാശാലയിൽ ABVPക്ക് മുൻതൂക്കം ഉണ്ട്. വിവരങ്ങൾ മനുശങ്കർ നൽകും. മനു, പറയൂ. സ്വരാജ്, JNUവിൽ നിലവിൽ SFI ഐസ സഖ്യത്തിന് വൻ ലീഡ് ലഭിക്കുന്നതായാണ് ആദ്യ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. നിലവിലെ കൗൺസിലർ സീറ്റുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 15-ൽ 14 സീറ്റും SFI ഐസ സഖ്യം വൻ റെക്കോർഡ് ലീഡോടെ മുന്നേറുകയാണ്. നിലവിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ്, സോഷ്യൽ സയൻസ്, ഒപ്പം സ്കൂൾ ഓഫ് ലാംഗ്വേജസ് എന്നീ ഡിപ്പാർട്ട്മെന്റിലെ കൗൺസിലിംഗ് സീറ്റുകളിൽ മുഴുവൻ സീറ്റുകളിലും വ്യക്തമായ ആധിപത്യം SFI ഐസ സഖ്യം നിലനിർത്തുന്നു. നാളുകൾക്ക് ശേഷമാണ് SFI ഐസ സഖ്യമായി തന്നെ JNUവിൽ മത്സരിച്ചത്. ഇതിൽ SFI ഐസ സഖ്യത്തിന് മികച്ച പ്രതികരണം വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ലഭിച്ചു എന്ന് വ്യക്തമാവുകയാണ്. സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ 5 കൗൺസിലർ സീറ്റുകളിൽ 4-ലും SFI വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു സീറ്റിൽ DSF ആണ് മുന്നേറുന്നത്. അതോടൊപ്പം സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലും സ്കൂൾ ഓഫ് ലാംഗ്വേജസിലും 5 കൗൺസിലർ സീറ്റുകളിൽ 5 കൗൺസിലർ സീറ്റുകളും SFI ഐസ സഖ്യം വ്യക്തമായ ലീഡോടെ മുന്നേറുകയാണ്. കൂടാതെ കേന്ദ്ര പാനലിലേക്കുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്ത് SFI ഐസ സഖ്യത്തിന്റെ മോഹിത് പാണ്ഡെയാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹം 250-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് SFI ഐസ സഖ്യം സ്ഥാനാർത്ഥിയും ഒപ്പം മലയാളിയുമായ അമലാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹവും 200-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ്. ഇതോടൊപ്പം ശ്രദ്ധേയമായ കാര്യം, ദില്ലി സർവകലാശാലയിലെ വോട്ടെടുപ്പ് ഫലവും പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ തവണ ABVP 4 സീറ്റുകൾ നിലനിർത്തിയിരുന്നിടത്ത് ഇത്തവണ 3 സീറ്റുകളിൽ ചുരുങ്ങിയിരിക്കുകയാണ്. പ്രസിഡന്റ്, ഒപ്പം വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങൾ മാത്രമാണ് ABVPക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്തവണ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം NSUI കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം വോട്ടിംഗ് ശതമാനത്തിലും ഒരു കനത്ത തിരിച്ചടിയാണ് ABVPക്ക് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 70% പരം വോട്ട് നേടിയിരുന്ന ABVP ഇത്തവണ 40-ൽ താഴെ ശതമാനത്തിലേക്ക് ചുരുങ്ങുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ABVPയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ദില്ലി സർവകലാശാലയിലും അതോടൊപ്പം JNUവിലും ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. ശരി, മനുശങ്കറിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഫാസിസ്റ്റുകൾ രാജ്യസ്നേഹം ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഞ്ചകരും കരിങ്കാലികളുമായവരും രാജ്യസ്നേഹികളായി ചമയുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. വക്കം ഖാദർ അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. MM ഹസൻ, ആനത്തലവട്ടം ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആ കാലത്ത് വഞ്ചകരും കരിങ്കാലികളുമായിരുന്ന ചിലർ ഇപ്പോൾ രാജ്യസ്നേഹത്തെക്കുറിച്ച്
വാചാലമായി സംസാരിക്കുന്നത് നാം കാണുന്നുണ്ട്. ആരാണ് രാജ്യസ്നേഹി എന്ന് ചോദ്യം ഉന്നയിക്കുന്നു. ജോലി സമയത്തെ ഓണാഘോഷ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് എം ഹസൻ. വർഗീയമായി കാണുന്നവരാണ് തീരുമാനത്തെ എതിർക്കുന്നവരെന്നും എം ഹസൻ പറഞ്ഞു. പ്രവൃത്തി സമയം ഓഫീസുകളിൽ പൂക്കളം, ഓണത്തിൻ്റെ പൂക്കളം ഇടരുത്. പലരും അതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഞാൻ പരസ്യമായി അനുകൂലിച്ചു. കാരണം അതിനെ അനുകൂലിക്കാൻ കാരണം അതിനെ രാഷ്ട്രീയമായിട്ടല്ല പലരും വിമർശിച്ചത്, അതിനെ വർഗീയമായി വിമർശിച്ചു. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം അനുവദിക്കില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ടോ എന്നത് വിശദീകരണം നൽകുന്നവർക്ക് അറിയാം. RSSന്റെയും BJPയുടെയും പ്രതികരണം ഇരുട്ടിൽ പൂച്ചയെ തപ്പുന്നതിന് തുല്യമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അവർ ചെയ്യുന്നത്. ഒരു സംഘടനയും നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരല്ല ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉണ്ടാവുമായിരുന്നില്ല. RSSന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല, RSSന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. അവർ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആകെ പറയുന്നത് ഈ ക്ഷേത്ര പരിസരം, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് അത്തരം പരിശീലന കളരിയാക്കരുതെന്ന്. ഹോർട്ടികോർപ്പ് പച്ചക്കറി വില വിപണി വിലയേക്കാൾ കൂട്ടരുതെന്ന് ഉത്തരവ്. കൃഷിമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് MDയാണ് ഉത്തരവിറക്കിയത്. വിപണി വില കണക്കിലെടുത്ത് വേണം ഹോർട്ടികോർപ്പ് വിലയെന്നും ഉത്തരവിൽ പറയുന്നു. ഹോർട്ടികോർപ്പിൻ്റെ വിലയുടെ കാര്യത്തിൽ കർക്കശമായ സർക്കുലർ കൊടുത്തിട്ടുണ്ട്. അത് മാർക്കറ്റ് വിലയേക്കാളും താഴ്ന്ന വിലയിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഇന്ന് അമരപ്പയർ 8 രൂപ കുറവിനാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ 7 മണിയുടെ വിലയാണ്. ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വില ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് വില കുറഞ്ഞാൽ അതനുസരിച്ച് ഇവിടെയും കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് വില വാച്ച് ചെയ്യുന്നതിന് വേണ്ടി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്ത് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ തലശ്ശേരിയിൽ തെരുവുനായയുടെ ആക്രമണം. നാടോടി സ്ത്രീയെയാണ് തെരുവുനായക്കൂട്ടം ആക്രമിച്ചത്. ഇവർ താമസിച്ചിരുന്ന ടെന്റിനകത്ത് കയറിയാണ് നായകൾ ആക്രമിച്ചത്. മമ്പരം പാലത്തിനടുത്തുള്ള നാടോടി സ്ത്രീയാണ് തെരുവുനായ്ക്കൂട്ടം ആക്രമിച്ചത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ഹുൻസൂർ സ്വദേശി രാധയെ ഉറങ്ങിക്കിടക്കവേ തെരുവുനായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. മേൽചുണ്ട് നായ്ക്കൂട്ടം കടിച്ചെടുത്തിട്ടുണ്ട്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ രാധയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മൂവാറ്റുപുഴയിൽ അധ്യാപിക ശാസിച്ചതിനെ തുടർന്ന് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച +2 വിദ്യാർത്ഥിനി മരിച്ചു. വാഴക്കുളം സ്വദേശിനിയായ പെൺകുട്ടിയാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടി പരീക്ഷയ്ക്കെത്തിയപ്പോൾ അധ്യാപിക ബാഗ് പരിശോധന നടത്തി. മൊബൈൽ ഫോൺ ഉണ്ടോ എന്നറിയാൻ മറ്റ് വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധിക്കുന്ന കൂട്ടത്തിൽ പെൺകുട്ടിയുടെ ബാഗും പരിശോധിക്കുകയായിരുന്നു. ബാഗിൽ നിന്ന് ഒരു കത്ത് കണ്ടെടുക്കുകയും ഇതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ അധിക്ഷേപിക്കുകയും ചെയ്തതിനെ തുടർന്ന് മാനസിക വിഷമത്തിലായ പെൺകുട്ടി വീട്ടിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. മോളോട് ചോദിച്ചു കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ടീച്ചർ ഇങ്ങനെ ആക്ഷേപിച്ചതിൻ്റെ പേരിലാണ്. അതിലും ഭേദം അവള് മാറ്റി നിർത്തിയ ടീച്ചർ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല, 2 അടി വെച്ച് തന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. 70% പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി ഇന്ന് രാവിലെ മരിച്ചു. രക്ഷിതാക്കളുടെ പരാതിയിൽ അധ്യാപികയ്ക്കെതിരെ വാഴക്കുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം അധ്യാപിക മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗമ്യ വധക്കേസിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനുള്ള പാഴ്ശ്രമമാണ് നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. സർക്കാരിന്റെ പിടിപ്പുകേടാണ് സുപ്രീം കോടതിയിൽ ഉത്തരം മുട്ടിച്ചതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. പ്രസ്താവനയിലാണ് ചെന്നിത്തല ഇക്കാര്യം പറഞ്ഞത്. പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. ഹാജിമാർ തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് ഒഴുകുകയാണ്. നാളെയാണ് അറഫ സംഗമം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ഇത്തവണ ഹജ്ജിനെത്തുമെന്നാണ് പ്രതീക്ഷ. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകരെ നേരത്തെ തന്നെ തമ്പുകളിൽ എത്തിക്കാൻ അതത് രാജ്യങ്ങളിലെ ഹജ്ജ് മിഷനുകൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഹാജിമാർ ഇന്നലെ രാത്രി തന്നെ മിനായിലേക്ക് തിരിച്ചു. ഇന്ന് രാത്രിയോടെ തീർത്ഥാടകർ അറഫ സംഗമത്തിന് തിരിക്കും. സ്നേഹ സന്ദേശം വിളിച്ചോതി കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ മിഷന്റെ ഓണാഘോഷം. അയൽ സഭകളെ സംഘടിപ്പിച്ച് 2000 പൂക്കളം ഒരുക്കിയാണ് ഇത്തവണ കുടുംബശ്രീ പ്രവർത്തകർ ഓണം ആഘോഷിച്ചത്.
വാർദ്ധക്യം ആഘോഷിക്കൂ എന്ന സന്ദേശമുയർത്തി ആരൂരുമില്ലാത്ത മുതിർന്നവർക്കൊപ്പം ഓണം ആഘോഷിച്ച് കൊച്ചിയിൽ ഒരു കൂട്ടം മാധ്യമ വിദ്യാർത്ഥികൾ. കാക്കനാട് സൈനികാശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചാണിവർ മാതൃകയായത്. ക്യാമ്പസുകൾ ഓണാഘോഷത്തിന്റെ തിമിർപ്പിലാണ്. സർഗാത്മകവും പുരോഗമന ചിന്താഗതിക്കാരുമാണ് തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെങ്കിലും ഈ വേറിട്ട ഓണാഘോഷത്തെ ഒന്ന് മാതൃകയാക്കണം. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാധ്യമ വിഭാഗം PG വിദ്യാർത്ഥികൾ അമ്മമാരും പ്രായമുള്ളവരുമായി 40-ലധികം അന്തേവാസികളുള്ള കാക്കനാട് സൈനിക ആശ്രമത്തിലെത്തി അവർക്കൊപ്പം ഓണം ആഘോഷിച്ചു. R4 റാറ്റ് എന്നല്ല ഇനി പുതുതലമുറയെ പഠിപ്പിക്കേണ്ടതെന്നും R4 റെസ്പെക്ട് എന്ന് പഠിപ്പിച്ചു തുടങ്ങണമെന്നും ഇവർ ഒരു മനസ്സോടെ പറയുന്നു. ഓണാഘോഷത്തിൽ മുഖ്യ അതിഥിയായെത്തി ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ച ഗായിക രഞ്ജിനി ജോസ്. R4 റെസ്പെക്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് എല്ലാവരെയും അവഗണിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അവർക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഈ ക്യാമ്പയിന് ഞാൻ എൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രഖ്യാപിക്കുന്നു. കലങ്ങി മറിഞ്ഞ കണ്ണുകളിൽ പൊന്നോണത്തിന്റെ 1000 നിറങ്ങളാണ്. വിങ്ങുന്ന ചുണ്ടുകളിൽ ഒളിപ്പിച്ച പുഞ്ചിരിയുമായി അവർ താളം പിടിച്ചിരുന്നു. പൂക്കളം കണ്ട, പൂവിളി കേട്ട, തിരുവാതിര കണ്ട, അങ്ങനെ തൂശനിലയിൽ ഓണസദ്യയും തൊലി ചുളുങ്ങിയ കൈകളിൽ പൊന്നോണ പുടവകളും. അപ്പോഴേക്കും ഓണനാളിന്റെ ഓർമ്മകൾ ഓടിയെത്തിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സൈനികനായി സേവനമനുഷ്ഠിച്ച TK ഭാസ്കരൻ ആശ്രമത്തിലെ മുതിർന്ന അന്തേവാസിയാണ്. അപ്പാപ്പൻ കുട്ടികളുടെ സ്നേഹാദരം. അതെ, ഓണം വിരുന്നു വരുമ്പോഴൊക്കെയും ഇവർക്കത് മൂകമായ കാത്തിരിപ്പാണ്. അലക്സ് രാം മുഹമ്മദ്, കൊച്ചി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതി കോഴിക്കോട് കോർപ്പറേഷനിലെ കുടുംബശ്രീ മിഷൻ നടത്തിയ ഓണാഘോഷത്തിന്റെ വാർത്തയിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് മെഗാ പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ കുടുംബശ്രീ CDSന് കീഴിലുള്ള 2021 കുടുംബശ്രീ യൂണിറ്റുകൾ പങ്കെടുത്തു. മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ടാണ് പൂക്കള മത്സരം നടന്നത്. രണ്ടു മണിക്കൂറായിരുന്നു പൂക്കളം ഇട്ടുതീർക്കാൻ അനുവദിച്ച സമയം. മത്സരത്തിൽ വിവിധ അയൽസഭകളിൽ നിന്നായി 10,000-ലേറെ സ്ത്രീകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണക്കാലത്ത് വ്യത്യസ്തമായ കളമൊരുക്കി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. വിവിധതരം പൂക്കൾക്ക് പകരം 250ഓളം പുസ്തകങ്ങൾ കൊണ്ടുള്ള പുസ്തകക്കളമാണ് ഇവിടെ തയ്യാറാക്കിയത്. ഋഗ്വേദം മുതൽ അംബേദ്കർ കൃതികൾ വരെ പുസ്തകക്കളത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അത്തപ്പൂക്കളം ഓണത്തിന്റെ ഭാഗമാണ്. എന്നാൽ പൂക്കൾക്ക് പകരം പുസ്തകങ്ങൾ കൊണ്ട് കളമൊരുക്കി വ്യത്യസ്തമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണാഘോഷം. ഋഗ്വേദത്തിന്റെ 8 വാല്യം മുതൽ അംബേദ്കറുടെ സമാഹൃത കൃതികൾ വരെ പുസ്തകക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയും. പാണ്ഡിത്യത്തിന്റെയും പൈതൃകത്തിന്റെയും ചിരസ്മരണകൾ ഉണർത്തുകയാണ് ഇതിലൂടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യം. ഡയറക്ടർ പ്രൊഫസർ V. കാർത്തികേയൻ. സുഗന്ധം മാഞ്ഞു പോവും, പക്ഷേ പാണ്ഡിത്യം മാഞ്ഞു പോവില്ല. നമ്മുടെ പാണ്ഡിത്യത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും ഒക്കെ ചിരസ്മരണ ഉണർത്തുന്നതാണ് ഇക്കൊല്ലത്തെ ഓണം എന്നൊരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. ശ്രീനാരായണ കൃതികൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകാധ്യക്ഷൻ EMS, ഡയറക്ടറായിരുന്ന NV കൃഷ്ണവാര്യർ കൂടാതെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, സാഹിത്യ നായകന്മാർ, ചിന്തകന്മാർ എന്നിവരുടെ കൃതികളും പുസ്തകക്കളത്തിൽ സ്ഥാനം പിടിച്ചു. അത്തപ്പൂക്കളത്തിന്റെ പൂക്കൾ കരിഞ്ഞുപോകും, എന്നാൽ പുസ്തകങ്ങൾ അവ എന്നും അറിവ് പകരുന്നു എന്ന സന്ദേശവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിലൂടെ നൽകുന്നു. S. ഷീജ, തിരുവനന്തപുരം. മെത്രാൻകായൽ പാടശേഖരത്തിൽ കൃഷിയിറക്കാൻ തയ്യാറായ കർഷകരുടെ നിലത്തിന്റെ പുറംബണ്ട് ബലപ്പെടുത്തൽ തുടങ്ങി. തെങ്ങിൻ തൂണുകൾ നാട്ടി ചെളിയിട്ടുറപ്പിച്ചാണ് തകർന്നു കിടക്കുന്ന ബണ്ടിന്റെ ഭാഗങ്ങൾ ബലപ്പെടുത്തുന്നത്. പുറംബണ്ട് ബലപ്പെടുത്താൻ LDF സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 8 വർഷമായി തരിശു കിടക്കുന്ന മെത്രാൻകായലിൽ നവംബർ 1 വിത നടത്തത്തക്ക വിധം നിർമ്മാണ ജോലികൾ നടത്താനാണ് കൃഷിവകുപ്പ് ഡയറക്ടർ ബിജു പ്രഭാകർ നിർദ്ദേശം നൽകിയിരുന്നത്. പുറംബണ്ട് ബലപ്പെടുത്തിയ ശേഷം മോട്ടോർ സ്ഥാപിച്ച വെള്ളം വറ്റിക്കും. തുടർന്ന് കൃഷിയിറക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച കർഷകരുടെ നിലം കണ്ടെത്തി വിതയ്ക്കാനുള്ള ജോലികൾ തുടങ്ങും. ഇതിനായി വിവിധ വകുപ്പുകളുടെ മേലുദ്യോഗസ്ഥർ ചേർന്ന സാങ്കേതിക സമിതിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൃഷിവകുപ്പ് ഓവർസിയർ ബിജി മാർക്കോസ്. വെള്ളം തടയുന്നതിനാവശ്യമായ ചില സൗകര്യങ്ങളൊക്കെ ബണ്ടിലൊക്കെ ചെയ്യുന്നു. അത്രയും മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. കൃഷി ഇറക്കാൻ ഏറ്റവും നേരത്തെ നവംബർ മാസത്തിൽ എന്നുള്ളതാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. വെള്ളം പറ്റിക്കുന്ന ഒരു താമസം. ഈ മന്ത്രി പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം എന്നല്ലേ? എത്രയും വേഗം എന്നാണ്, നവംബറിൽ നിന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള
പണികൾ തുടങ്ങി. അതിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. 80 ലക്ഷം രൂപയുടെ തുക സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. നെൽകൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി മന്ത്രി VS സുനിൽകുമാറും കൃഷി വകുപ്പ് സെക്രട്ടറി രാജു നാരായണസ്വാമി മെത്രാൻകായൽ സന്ദർശിച്ചിരുന്നു. മിച്ച ഭൂമിയൊഴികെ 404 ഏക്കർ നെൽപ്പാടമാണ് മെത്രാൻകായൽ. ഇതിൽ 378 ഏക്കർ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാക്കിൻഡോ കമ്പനിയുടെ പക്കലാണ്. ഇവിടെ ഫാം ടൂറിസത്തിനായി ഭൂമി നികത്താൻ കഴിഞ്ഞ UDF സർക്കാർ അനുമതി നൽകിയത് വിവാദമായിരുന്നു. തുടർന്ന് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാരാണ് കർഷകർക്ക് പ്രതീക്ഷയേകി മെത്രാൻകായൽ നെൽകൃഷി ഇറക്കാനുള്ള നടപടികളെടുത്തത്. പുറം ഫണ്ട് ബലപ്പെടുത്താൻ LDF സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആസിഡ് ആക്രമണം തകർത്തെറിഞ്ഞ ജീവിതത്തിന്റെ ഇന്നലകളെ അതിജീവിച്ച് ഫാഷന്റെ ലോകത്തേക്ക് ചുവടുവെക്കുകയാണ് ഒരു പെൺകുട്ടി. അലഹബാദ് സ്വദേശിയായ രേഷ്മ ഖുറേഷിയാണ് അതിജീവനത്തിന്റെ ഈ പുതിയ പെൺമുഖം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ന്യൂയോർക്കിലെ FTL മോഡ് ഷോയിൽ ബോളിവുഡ് താരം സണ്ണി ലിയോണിനൊപ്പം റാമ്പിൽ ചുവടുവെക്കുമ്പോൾ രേഷ്മ ഖുറേഷി എന്ന 20കാരിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് നിറംകെട്ട ജീവിതത്തിന്റെ വിങ്ങലുകളായിരുന്നില്ല, പ്രത്യാശയുടെ പുതുവെളിച്ചമായിരുന്നു. തന്റെ 18ാം വയസ്സിലായിരുന്നു ക്രൂരത മനുഷ്യരൂപത്തിലെത്തി അവളുടെ സ്വപ്നങ്ങളെ അപഹരിച്ചത്. സ്വന്തം സഹോദരി ഭർത്താവും സുഹൃത്തുക്കളും ചേർന്നാണ് രേഷ്മയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചത്. മുഖം വെന്തുരുകിയ ആ പെൺകുട്ടിക്ക് അവളുടെ ഒരു കണ്ണും നഷ്ടമായി. പക്ഷേ മുഖം തകർത്തവർക്ക് അറിയില്ലായിരുന്നു അവളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ചങ്കുറപ്പ്. ഒരു രാസവസ്തുവിനും ഉരുക്കിക്കളയാനാകാത്ത വീര്യമായി അവൾ ഉയർത്തെഴുന്നേറ്റു. ആസിഡ് ആക്രമണത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്ന മേക്ക് ലവ് നോസ്കേഴ്സ് എന്ന സംഘടനയിൽ ചേർന്ന് രേഷ്മ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടന്നു. ഒരു മോഡലാകണമെന്ന തന്റെ സ്വപ്നത്തിലേക്ക് മുഖം വികൃതമായെങ്കിലും അവൾ കടന്നെത്തി. ആ സ്വപ്നമാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ പൂവണിഞ്ഞത്. പ്രമുഖ ഡിസൈനർ അർച്ചന കോച്ചാറിന്റെ കോസ്റ്റ്യൂം അണിഞ്ഞായിരുന്നു രേഷ്മ റാമ്പിൽ ചുവടുവെച്ചത്. ഈ ദിവസം താൻ ഏറെ ആഗ്രഹിച്ചതാണ്, നടക്കുമെന്ന് കരുതിയതല്ല. എല്ലാം ഭാഗ്യമായി കരുതുന്നു എന്ന് രേഷ്മ പറയും. ആ വാക്കുകൾ ജ്വലിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെതാണ്. മുഖം നഷ്ടപ്പെട്ട ലോകത്തിനുള്ള മുഖപടമില്ലാത്ത വാക്കുകൾ. ന്യൂസ് ഡെസ്ക്.